ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടക്ക കൊണ്ടുള്ള വളരെ രുചികരമായ ഒരു വിഭവമാണ്. സാധാരണ തോരനിൽ നിന്നും വ്യത്യസ്തമായ കുറച്ച് സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ചോറിനൊപ്പം കഴിക്കാൻ ഈ ഒരൊറ്റ ഐറ്റം മതി. വഴുവഴുപ്പ് ഒട്ടുമില്ലാത്ത ഒരു വെറൈറ്റി വെണ്ടക്ക തോരനാണ്. വെണ്ടക്ക ഇഷ്ടമില്ലാത്തവർ പോലും രണ്ടാമതും വിളമ്പാൻ ആവശ്യപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ 200 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷായ വെണ്ടയ്ക്കാണ് കേട്ടോ. നമുക്കിത് നന്നായി കഴുകി നനവൊക്കെ ഉണ്ടെങ്കിൽ നല്ല തുടച്ചെടുത്തിട്ട് വട്ടത്തിൽ നമുക്ക് കട്ടാക്കി എടുക്കാം. വട്ടത്തിൽ അരിയുന്നത് കാണാൻ മാത്രമല്ല ഒരേപോലെ വെന്ത് കിട്ടാനും സഹായിക്കും. അതുപോലെ നമ്മൾ തുടച്ചെടുത്തിട്ട് നമ്മൾ കട്ടാക്കണം എന്ന് പറഞ്ഞല്ലോ, എന്നാലേ അത് വഴുവഴുപ്പൊന്നും ഇല്ലാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ നമുക്ക് അടി കട്ടിയുള്ള ചട്ടിയോ എടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് വെള്ളം യൂസ് ചെയ്യാതെ നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത് കേട്ടോ. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു 8 നമ്മുടെ ചുവന്നുള്ളിയും കൂടി ചതച്ചിട്ട് അതും കൂടിയും ഒന്ന് ചേർത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലോട്ട് ഒരു 5-6 അല്ലി നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് തൊലിയോട് കൂടിയിട്ട് തന്നെ ചതച്ചിട്ട് അതും ചേർത്തി കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ ചേർത്തി കൊടുത്താൽ. ജസ്റ്റ് അതും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുക്കാം. ഒരു 2 കറിവേപ്പില ചേർത്തി കൊടുക്കാം കേട്ടോ. അതും നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. ശേഷം നമുക്ക് പൊടികൾ ചേർത്തി കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർത്തി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചച്ചോയ്ക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ കട്ടാക്കി വെച്ച് നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ വെണ്ടയ്ക്കൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം നോക്കുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമ്മുടെ എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടി പിടിക്കുകയും. ഇനി നന്നായി ഇതാ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു 5-6 മിനിറ്റോളം നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെക്കുമ്പോഴാണ് അത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വെന്തിട്ടും ചെയ്യും, അതുപോലെ ആ വഴുവഴുപ്പൊന്ന് മാറാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഇനി കുറച്ചും കൂടി ഒരു വഴുവഴുപ്പുണ്ട് കേട്ടോ. അത് നമുക്കിനി തുറന്ന് വെച്ചിട്ട് 1 മിനിറ്റോളം എങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്കിതാ നന്നായിട്ട് ഇതിൻ്റെ വെഴുവഴുപ്പൊക്കെ മാറി നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ തേങ്ങ ചിരകിയതോടെ ചേർത്തി കൊടുക്കുക. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ തോരൽ ഇത് ഉണ്ടായിരിക്കുമ്പോൾ. അതുപോലെ നമ്മൾ പച്ചമുളക് നല്ല എരിവൊന്നും നമ്മുടെ തോരൽ ചേർത്തി കൊടുത്തില്ല. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണോളം നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടിയും ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മറിക്കാം. ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. കുട്ടികളെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ചൂട് ചോറും ഈ വെണ്ടക്കത്തോരനും ഉണ്ടെങ്കിൽ പിന്നെ ഇനി വേറെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പം നമ്മുടെ സ്പെഷ്യൽ വെണ്ടക്ക മസാലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു മണവും ആ മസാലയൊക്കെ വെണ്ടക്കയിൽ പിടിച്ചിരിക്കുന്ന രീതിയും കണ്ടില്ലേ. ആ വഴുവഴുപ്പ് ഒട്ടുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ചൂട് ചോറിനൊപ്പം കഴിക്കാൻ ഇതിലും നല്ലൊരു കോമ്പിനേഷൻ വേറെയില്ല. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികൾക്കായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നെക്സ്റ്റ് അടിപൊളി ഒരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.